ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഉമാമഹേശ്വര സംവാദം തുടരുന്നു. ശ്രീ പരമേശ്വരൻ മുമ്പ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറഞ്ഞിട്ട് ഹനുമാന് ഉപദേശിച്ച അതേ പരമാത്മ തത്വമാണ് ഇവിടെ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിക്കുന്നത്. അതാണ് അടുത്തതായി പറയുന്നത്. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ. മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസത്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി. നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമിവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും
ധർമ്മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി. അപ്പോൾ ദേവിയോട് പരമേശ്വരൻ പാർവതി ദേവിയോട് പറയാണ്, എങ്കിലോ നീ കേട്ടുകൊള്ളുക, മുന്നം മുൻപ്, അതായത് ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. ജഗന്നായകൻ, ജഗത്തിൻ്റെ തന്നെ നായകൻ ശ്രീരാമദേവൻ, പങ്കജവിലോചനൻ, താമര പോലെയുള്ള ആ കണ്ണുള്ളവൻ, പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ, ദേവകണ്ഠകൻ ശത്രു, ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള പങ്ക്തികണ്ഠനെ കൊന്ന്. പങ്ക്തികണ്ഠൻ രാവണൻ. രാവണന് 10 തലകൾ, ഒരേ പങ്ക്തിയിലെന്ന പോലെ, ഒരേ വരിയിലെന്ന പോലെ 10 തലകൾ ഉള്ളതുകൊണ്ടാണ് പങ്ക്തികണ്ഠൻ എന്ന് പറയുന്നത്. ആ രാവണനെ കൊന്നിട്ട് ദേവിയും അനുജനും വാനരപ്പടയുമായി, സീതാദേവിയും അനുജനായ ലക്ഷ്മണനും വാനരപ്പടയുമായിട്ട് സത്വരം അയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു. സത്വരം, വളരെ പെട്ടെന്ന് തന്നെ, ആ 14 വർഷം കഴിയാറായി എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് അയോധ്യയിൽ എത്തി. അങ്ങനെ പിന്നീട് മുമ്പ് മുടങ്ങിപ്പോയ പട്ടാഭിഷേകവും ചെയ്തു. സത്താമാത്ര ആത്മാ, ആ ശ്രീരാമചന്ദ്രൻ സത്തായിരിക്കുന്ന, ചൈതന്യം മാത്രമായിരിക്കുന്ന ആ പരമാത്മ സ്വരൂപൻ, സകലേശൻ, സകലത്തിനും ഈശനായിട്ടുള്ളവൻ, അവ്യയൻ, അവ്യയം എന്ന വാക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്, നാഥൻ, എല്ലാറ്റിനും നാഥനായിരിക്കുന്ന ആ ഭഗവാൻ, മിത്രപുത്രാദികളാം. ഇവിടെ മിത്രൻ എന്ന വാക്കിന് സൂര്യൻ എന്നർത്ഥം. സൂര്യന്റെ പുത്രൻ സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവാദികളാം മിത്രവർഗത്താലും, ഈ രണ്ടാമത്തെ മിത്രത്തിന് സുഹൃത്തുക്കൾ എന്ന് അർത്ഥം, സുഹൃത്ത് വർഗം. അപ്പോൾ സുഗ്രീവാദികളും തുടങ്ങിയ മറ്റ് വാനര സുഹൃത്തുക്കൾ
മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള സഹോദരന്മാർ ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ ഇവരാലും കീകസ ആത്മജാസുതൻ, കീകസന്റെ ആത്മജ കൈകസി, കൈകസിയുടെ സുതൻ മകൻ വിഭീഷണൻ. അപ്പോൾ കൈകസിയുടെ 3 മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണനും. ആ വിഭീഷണൻ ശരണാഗതി അടഞ്ഞതുകൊണ്ട് കൂടെ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പം അങ്ങനെ വിഭീഷണനാലും ലോകേശ ആത്മജനായ, ലോകേശൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ആത്മജൻ പുത്രൻ വസിഷ്ഠൻ, വസിഷ്ഠാദികളാലും സേവ്യനായി അവരൊക്കെ ഭഗവാനെ വളരെയധികം സേവിച്ചുകൊണ്ട് സൂര്യകോടി തുല്യ തേജസ്സ, 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എങ്ങനെ എത്രമാത്രം തേജസ് ഉണ്ടാകുമോ അതിന് തുല്യമായ തേജസ്, അത്രയും തേജസ്സിനാൽ അങ്ങനെ പരിലസിക്കുന്ന ആ ഭഗവാൻ ജഗത് ശ്രാവ്യമാം, ശ്രാവ്യം കേൾപ്പിക്കപ്പെട്ടത്, ജഗത്ത് എന്നതുകൊണ്ട് ഇവിടെ ആ പുരവാസികൾ, ഇതേപോലെ 14 വർഷത്തിന് ശേഷമാണ് ഭഗവാനെ കാണുന്നത്. അപ്പോൾ കൊട്ടാരത്തിലുള്ളവരൊക്കെ പല വിശേഷങ്ങളും പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞത് കേട്ട ചരിതവും കേട്ടാനന്ദിച്ച് അവരൊക്കെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ച് അങ്ങനെ അതിലൊക്കെ ആനന്ദിച്ചിങ്ങനെ ഇരിക്കവേ നിർമ്മല മണി ലസത്, നിർമ്മലമായിട്ടുള്ള, ഇവിടെ സിംഹാസനത്തെക്കുറിച്ച് പറയാണ്, പല വിധത്തിലുള്ള രത്നങ്ങൾ പതിച്ച കാഞ്ചന സിംഹാസനേ ലസത്ത്, കാഞ്ചനം സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ സിംഹാസനത്തിൽ ലസത് എന്നാൽ വിളങ്ങുന്ന, ആരോടുകൂടി തൻ മായാദേവിയായ ജാനകിയോടും കൂടി. മായാശക്തിയാണ് ഭഗവാൻ, പരമാത്മാവാണെങ്കിൽ ഭഗവാന്റെ മായാശക്തിയാണ് ദേവി. അപ്പോൾ ഇവരെപ്പോഴും ഒന്നിച്ചേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തൻ്റെ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം, അങ്ങനെ ഇരിക്കവേ, അഭിഷേകമൊക്കെ കഴിഞ്ഞ് അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു എന്ന് കരുതാം. അപ്പം അങ്ങനെ ഇരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ തിരുമുമ്പിൽ അമ്മാറ് ഭക്തിയാ, തങ്ങളുടെ കൂടെ തന്നെ തങ്ങളുടെ തിരുമുമ്പിൽ വന്ന് ഭക്തിയോടുകൂടെ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം, തങ്ങളുടെ മുമ്പിൽ വന്ന് വന്ദിച്ചു നിൽക്കുന്ന പരമഭക്തനായിട്ടുള്ള ജഗത് പ്രാണനന്ദനൻ തന്നെ, ജഗത്തിന് മുഴുവൻ പ്രാണൻ കൊടുക്കുന്ന വായുദേവൻ, ആ വായുദേവന്റെ നന്ദനൻ മാരുതി ഹനുമാൻ, ആ ഹനുമാൻ തന്നെ തൃക്കൺ പാർത്തു. ആ ഹനുമാനെ അനുഗ്രഹ കടാക്ഷം കൊണ്ടങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട്, തങ്ങളുടെ തൃക്കണ്ണുകൊണ്ട് അനുഗ്രഹിച്ച് കാരുണ്യമൂർത്തിയായ ആ ശ്രീരാമചന്ദ്രൻ മന്ദഹാസവും പൂണ്ട് സീതയോട് അരുൾ ചെയ്തു. ചെറിയൊരു പുഞ്ചിരിയോടുകൂടെ സീതയോട് ഇപ്രകാരം പറഞ്ഞു: സുന്ദരരൂപേ, അല്ലയോ ദേവി, ഹനുമാനെ നീ കണ്ടായല്ലീ, നീ കണ്ടുവല്ലോ നമ്മുടെ ഹനുമാനെ. നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ, നിന്നിലും എന്നിലും, നമ്മൾ 2 പേരിലും ഉണ്ട് എല്ലാ നേരവും, സതതമാണ്, എല്ലായ്പ്പോഴും ഇവൻ തന്നുള്ളിൽ, ഇവന്റെ ഹനുമാന്റെ ഉള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി. അഭേദം എന്നാൽ ഭേദമില്ല, ഞാനും നീയും വേറെയാണെന്നുള്ള ചിന്തയില്ലാതെ അഭേദമായിട്ടുള്ള ഭക്തി ഉള്ളൊരു ഭക്തി നാഥേ ദേവി, ദേവിക്കും അറിയാമായിരിക്കും നമ്മോട് ഹനുമാനുള്ള ആ ഭക്തിയുടെ ആ ഒരു ശ്രേഷ്ഠത, എത്രമാത്രം ശ്രേഷ്ഠമായ ഭക്തിയാണ് നമ്മളോട് ഉള്ളത് എന്ന് ദേവിക്കറിയാമല്ലോ. ധന്യേ ദേവി, സന്തതം
പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് എപ്പോഴും ആ ഹനുമാന് പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ആ ആത്മവിദ്യ, ആ ഒരു അറിവ് വേണം എന്നതൊഴിച്ച് ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ, മറ്റൊന്നിലും ആഗ്രഹമില്ല. അത്രയും ശ്രേഷ്ഠമായ ഭക്തിയോടുകൂടെ ഇനി എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് ആ ആത്മവിദ്യ നേടുക എന്നത് മാത്രമാണ്. അത് എപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തന്നെ. നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. അപ്പോ പാത്രമാവുക എന്നാൽ അധികാരിയാവുക, ആ ആത്മവിദ്യക്ക് അർഹനായിത്തീരുക. അതിനുള്ള അർഹത എന്താണ്? നിർമ്മലനാണ്. മലം എന്നാൽ അഴുക്ക്. യാതൊരു വിധത്തിലുള്ള അഴുക്കും മനസ്സിലില്ല. അപ്പോൾ അഴുക്ക് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ മനസ്സിലുള്ള അഴുക്ക് വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളാണ്. ആദ്യം ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നിന്ന് പിന്നീട് ക്രോധമുണ്ടാകാം, അഹങ്കാരമുണ്ടാകാം, നിരാശയുണ്ടാകാം. ഇതൊക്കെ ആഗ്രഹത്തിൻ്റെ പുറകെ വരുന്ന മറ്റു കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടുമ്പോൾ ഉള്ളിൽ പല തരത്തിലുള്ള അഴുക്കുകൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ആഗ്രഹമാണ് ഒരാളുടെ ഏറ്റവും വലിയ ശത്രു. അതെടുത്തു കളഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ തനിയെ പൊയ്ക്കൊള്ളും. അപ്പോൾ ആഗ്രഹങ്ങൾ ഒന്നും, ലൗകികമായ ഒരാഗ്രഹവും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ നിർമ്മലനാണ്. ആ ഒരൊറ്റ യോഗ്യത മതി. ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. ഇനി വേറെയും പറയുകയാണ്, നിർമ്മമൻ, മമത. ഇതാണ് നമ്മെ ഈശ്വരനിൽ നിന്നും അകറ്റുന്ന മറ്റൊരു കാര്യം. ഞാൻ, എൻ്റേത്, എനിക്കുള്ളത്, ഇതൊക്കെ എൻ്റേത്, എനിക്കുള്ളത്, എനിക്ക് എൻ്റേതായ ആളുകളുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം എപ്പോഴും ഉണ്ടാവണം, എൻ്റെ ആളുകൾ എപ്പോഴും സുഖമായിട്ടിരിക്കണം. ഇങ്ങനെ മമത്വം, ആ മമത്വമൊന്നും ഹനുമാനില്ല. അതുകൊണ്ട് നിർമ്മമനാണ്, മമത്വമില്ലാത്തവനാണ്. മാത്രമല്ല നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന യാതൊരുവിധ തൃഷ്ണയിലും ആഗ്രഹമില്ലാത്തവനാണ് ബ്രഹ്മചാരി. സ്ത്രീ വിഷയത്തിലോ മറ്റുള്ള കാമാദി മറ്റേതെങ്കിലും ആഗ്രഹങ്ങൾ, ഏത് വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവനാണ് ബ്രഹ്മചാരി. അങ്ങനെ നിത്യബ്രഹ്മചാരി ആണ് ഹനുമാൻ. ഹനുമാൻ പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതല്ല, എത്രയോ കാലമായിട്ട് ഹനുമാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ നിത്യബ്രഹ്മചാരികളിൽ മുൻപനല്ലോ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ഈ ഹനുമാൻ. അപ്പോൾ മനസ്സിൽ ആഗ്രഹവും ഒന്നിനോടുമുള്ള തൃഷ്ണയും ഇല്ല എങ്കിൽ കൽമഷം ഒന്നും മനസ്സിലുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവനാണ് നിർമ്മലൻ. അപ്പൊ കൽമഷം ഇവനേതും ഇല്ലെന്ന് ധരിച്ചാലും, അപ്പോൾ ഒട്ടും മനസ്സിന് കൽമഷമില്ല, അത്രയും പരിശുദ്ധമായിട്ടിരിക്കുകയാണ്. ആ ബ്രഹ്മവിദ്യ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു അധികാരിയായിട്ട് അവൻ ഇരിക്കുന്നു, ഹനുമാൻ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ മനോരഥത്തെ, അവൻ്റെ ആ ആഗ്രഹം, പക്ഷെ അതുപോലും പറയുന്നില്ല. തനിക്ക് അതിനുള്ള അർഹതയുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രനായിട്ട് തന്നെ ഉപദേശിക്കട്ടെ എന്ന രീതിയിൽ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഭഗവാൻ ആ മനോരഥം അറിഞ്ഞിരിക്കുന്നു. അതാണ് തൻ മനോരഥത്തെ, ഹനുമാന്റെ ആത്മവിദ്യയ്ക്കുള്ള ആ ഒരു ആഗ്രഹത്തെ നീ നൽകണം മടിയാതെ. അല്ലയോ ദേവി, ദേവി തന്നെ അത് അനുഗ്രഹിച്ച് അവന് കൊടുക്കണം. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. അപ്പൊ
അപ്പൊ രണ്ടുപേരുടെയും തത്വത്തെയാണ് അറിയിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പരമാത്മാവ് അഥവാ പുരുഷനാണ്, ദേവി ആ പരമാത്മാവിന്റെ ശക്തി അഥവാ പ്രകൃതിയാണ്. അപ്പോൾ സാഖ്യദർശന പ്രകാരം പ്രകൃതി പുരുഷ ബന്ധമാണ് ഈ പ്രപഞ്ചമായി പരിണമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സാഖ്യ ദർശനത്തെ കുറിച്ചുള്ള അറിവ് കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ തത്വം, എന്നെയും നിന്നെയും കുറിച്ചുള്ള തത്വം അറിയിക്കണം, ഇപ്പോൾ ഇവനെ ഇപ്പോൾ അറിയിക്കണം. ഇനി ദേവിയെ വിളിക്കുന്നു ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ചിത്ത് ആ ഒരു ബോധം, ജഗത്ത് ഈ ജഗത്തായിട്ടിരിക്കുന്നത് ആ മായാദേവിയാണ്, പ്രകൃതിയാണ്. സത്ത്, സത്ത് ആ ഒരു ചൈതന്യം, ആ ചൈതന്യം ആയിരിക്കുന്നതും മായയായിരിക്കുന്നതുമൊക്കെ ദേവിയാണ്. അതാണ് അവിടെ സംബോധന ചെയ്തത്. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ. അപ്പോൾ ബ്രഹ്മോപദേശത്തിന് സാധാരണ അർഹത നേടുന്നവർ വളരെ കുറവാണ്. അപ്പൊ ദുർലഭമാണ് ആളുകൾ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഇവൻ ഇരിക്കുന്നു. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. അപ്പൊ അത്രയും ഉണങ്ങിക്കരിഞ്ഞ വിറകുപോലെ മനസ്സ് പക്വമായിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ കർപ്പൂരം പോലെ അത്രയും പക്വമായിരിക്കുന്നു. ഒരു തിരിനാളം അല്ലെങ്കിൽ ഒരു തീപ്പൊരി മതി ആ ആത്മവിദ്യ ഉള്ളിൽ അങ്ങോട്ട് കത്തിപ്പടരാൻ വേണ്ടിയിട്ട്. അത്രയും പാത്രമാണ്, അർഹനാണിവൻ എന്ന് പറയുന്നു. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ, ജ്ഞാനം അർത്ഥിക്കുക അത് ആഗ്രഹിക്കുന്നവരിൽ ഇവൻ ഉത്തമോത്തമനടും അത്രയും ശ്രേഷ്ഠനാണ്. ഇതിന് അപ്പുറം ഇനി ഒരു അംഗീകാരം ഹനുമാന് കിട്ടാനില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം, ഇപ്രകാരം ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ആ മാരുതിയെ, ഹനുമാനെ വിളിച്ചിട്ട് ദേവി ഇപ്രകാരം പറഞ്ഞു. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. അപ്പൊ സംബോധന തന്നെ വളരെ ബഹുമാനത്തോടെയാണ്. വീരന്മാർ ചൂടുന്ന മകുടം, ആ ഒരു കിരീടം, അതായത് വീരത്വത്തിന്റെ പ്രതീകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ നായക, വീരന്മാരുടെ നായകനായിട്ടുള്ള അല്ലയോ ഹനുമാനെ, ശ്രീരാമപാദ ഭക്തപ്രവര, ശ്രീരാമ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ കേട്ടാലും നീ കേൾക്കുക. സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം. ആ ശ്രീരാമചന്ദ്രനായിരിക്കുന്ന പരമാത്മാവിനെ, പരബ്രഹ്മത്തെ കുറിച്ച് പറയുകയാണ്. സച്ചിദാനന്ദം, സത് ചിത് ആനന്ദം. സത്ത് ചൈതന്യം, ചിത്ത് ആ ചൈതന്യത്തെക്കുറിച്ചുള്ള ബോധം, ഇത് രണ്ടുമുണ്ടാകുമ്പോൾ ആനന്ദം, അതാണ് സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദ സ്വരൂപൻ ആണ് ആ ഭഗവാൻ. ഏകം, ഒരേ ഒരു ചൈതന്യമേ ഇവിടെയുള്ളൂ. ഇനി അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറയുന്നു, അദ്വയം. ദ്വയം രണ്ട്, അദ്വയം രണ്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. രണ്ടും ഒരേ അർത്ഥമാണ്, പക്ഷെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ടില്ല തന്നെ എന്ന് പറയാനാണ് അദ്വയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പരബ്രഹ്മം നിശ്ചലമാണ്. ഇപ്പം ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ചലനം സംഭവിക്കുന്നത്? എവിടെയാണോ ഒരു വസ്തു ഇല്ലാത്തത്, ആ ഇല്ലാത്തിടത്തേക്ക് ആ ഒരു വസ്തു മാറുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോൾ ആണ് അതിനെ ചലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തു നമ്മൾ ഇവിടുന്ന് എടുത്ത് അല്ലെങ്കിൽ നമ്മളായിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരെ മാറി നടക്കുമ്പോൾ അത് ചലനം. കാരണം അവിടെ നമ്മളില്ല, നമ്മൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രഹ്മം എന്നത് സർവത്രയാണ്.
ബ്രഹ്മം ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല തന്നെ. അപ്പോൾ പിന്നെ ചലിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലായിടത്തും ഉള്ളതിന് ചലനമില്ല. അതുകൊണ്ടാണ് നിശ്ചലം എന്ന് പറയുന്നത്. ഇനി സർവ ഉപാധി നിർമുക്തം, ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ ആ സത്തായിട്ടിരിക്കുന്ന ചൈതന്യം. അപ്പോൾ ഉപാധികളിൽ നിന്ന് മുക്തമായിരിക്കുന്നത്. ഉപാധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൈദ്യുതിക്ക് ഫാൻ ഒരു ഉപാധിയാണ്. അപ്പോൾ ആ ഫാനിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഫാന് കറങ്ങി നമുക്ക് കാറ്റ് ലഭിക്കുന്നു. അപ്പോൾ വൈദ്യുതിയുടെ ഒരു ഉപാധിയാണ് ഫാൻ. വൈദ്യുതിയുടെ മറ്റൊരു ഉപാധിയാണ് മിക്സി, മറ്റൊരു ഉപാധിയാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഇതാണ് ഉപാധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈദ്യുതിക്ക് നിലനിൽക്കാൻ ഫ്രിഡ്ജിൻ്റെയോ ഈ ടി വിയുടെയോ ഫാനിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഫാന് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി കൂടിയേ തീരൂ. ഇതേപോലെ ഇവിടെയുള്ള സചേതനവും അചേതനവുമായ എല്ലാറ്റിലും ആ ചൈതന്യം ഉണ്ട്. ആ ചൈതന്യം ഉണ്ടെങ്കിലേ ഇവിടെ ജീവജാലങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ആ ചൈതന്യത്തിൻ്റെ ഉപാധികളാണ് നാം എല്ലാവരും. അപ്പം നമുക്ക് ആ ചൈതന്യമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മളൊക്കെ ആ ചൈതന്യത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ആ ചൈതന്യത്തിന് ഈ ഉപാധികളായ നമ്മുടെയൊന്നും ആവശ്യമില്ല. അതെന്നും ചൈതന്യം ചൈതന്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സചേതനവും അചേതനവുമായിട്ടുള്ള ഉപാധികളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സർവ ഉപാധി നിർമുക്തം എന്ന് പറയുന്നത്. സത്താമാത്രം, കാരണം ചൈതന്യം മാത്രമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ആ പരബ്രഹ്മം. എന്നാൽ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. ആ പരമാത്മജ്ഞാനത്തെ നമ്മുടെ ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ സാധ്യമല്ല. ആ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സും അടങ്ങുമ്പോൾ അവിടെ പ്രകാശിക്കുന്നതാണ് ആ പരബ്രഹ്മം. അപ്പോൾ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു, നമുക്കിപ്പോൾ ഒരു കാര്യത്തെ നിശ്ചയിക്കണമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന മനസ്സും വേണം. അപ്പോൾ ഇതിനെ കൊണ്ട് ഒന്നും അറിയാൻ സാധിക്കാത്തതിനാൽ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവാണ് എന്ന് നിശ്ചയിച്ചാലും നിന്റെ ഉള്ളിൽ അങ്ങനെയൊരു ബോധം ആദ്യമേ ഉണ്ടാകണം. അങ്ങനെ നിശ്ചയിക്കാൻ പറ്റാത്ത ആ സത്താമാത്രമായിട്ടുള്ള ചൈതന്യമാണ് ശ്രീരാമദേവനെന്ന് നീ അറിഞ്ഞാലും. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം. അപ്പൊ ഭഗവാനെ അറിയാൻ മനസ്സ് നിർമ്മലമായിരിക്കണം. കാരണം ഭഗവാൻ നിർമ്മലനാണ്. ഇനി നിരഞ്ജനം, അഞ്ജനം എന്നതിന് കൺമഷി എന്ന് പറയും. ആ കൺമഷി ഇരുട്ട്, കറുപ്പിന്റെ പ്രതീകമാണ്. അപ്പൊ കറുപ്പിന്റെ പ്രതീകമായിട്ട്, അല്ലെ ഇരുട്ടിന്റെ പ്രതീകമാണ് കറുപ്പ്. അപ്പൊ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അജ്ഞത. അപ്പൊ നമ്മുടെ ഉള്ളിൽ മായയാകുന്ന അജ്ഞത ഉള്ളവരാണ് നമ്മൾ. എന്നാൽ ആ പരമാത്മ ചൈതന്യം അങ്ങനെ മായ തൊട്ടു തീണ്ടാത്ത ആ സത്താമാത്രം പൂർണ്ണ ചൈതന്യമാണ്. നിർഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങൾ ഉള്ളവയാണ് മായയിലുള്ള എല്ലാം. എന്നാൽ ഈ ഗുണങ്ങൾക്കൊക്കെ അതീതമാണ് ആ ചൈതന്യം. അതുകൊണ്ട് നിർഗുണം. ഇനി നിർവികാരം. വികാരം എന്നാൽ മാറ്റങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും 6 വികാരങ്ങൾ ഉണ്ട്. ഇതിനെ ഷഡ്വികാരം എന്ന് പറയും. അതായത് ആദ്യം ഉണ്ടാവുക, പിന്നീട് നിലനിൽക്കുക, പിന്നീട് പെരുകുക, പിന്നെ രൂപം മാറുക, അത് കഴിഞ്ഞ് ജീർണിക്കുക, പിന്നീട് നശിക്കുക. ഇങ്ങനെ 6 വികാരങ്ങളിലൂടെയാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും കടന്നു പോകുന്നത്. എന്നാൽ ആ ചൈതന്യം യാതൊരു വികാരത്തിലും
യാതൊരുവിധ വികാരവും ഇല്ലാത്തതാണ്. കാരണം അത് ഉണ്ടായതല്ല, മാത്രമല്ല അത് നശിക്കുന്നതുമല്ല. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചൈതന്യത്തിന് വികാരങ്ങൾ ഒന്നുമില്ല. അതാണ് നിർവികാരം. ഇനി സന്മയം, സത്ത് തന്നെയായിരിക്കുന്നത് ശാന്തം. കാരണം ആനന്ദം ഉള്ളിലുള്ളതിന്, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപൻ എപ്പോഴും ശാന്തനായിരിക്കും. പരമാത്മാനം സദാ ആനന്ദം. ഇതൊക്കെ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ജന്മനാശാദികളില്ലാത്തൊരു വസ്തു, ജന്മവുമില്ല നാശവുമില്ല, ഇങ്ങനെയൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ, ഇങ്ങനെയുള്ള ആ ചൈതന്യം, ആ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ എന്ന് നീ അറിഞ്ഞാലും. സർവകാരണം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണഭൂതനാണ് ആ ഭഗവാൻ. സർവവ്യാപിനം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. സർവ ആത്മാനം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ആത്മസ്വരൂപനായിട്ടിരിക്കുന്നു. സർവജ്ഞം, എല്ലാം അറിയുന്നവനാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഉള്ളിലെ ജീവസ്വരൂപമായിട്ടിരുന്നു കൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലെയും കാര്യങ്ങൾ അറിയുന്നു. ഈ ലോകത്തെ മുഴുവൻ അറിയുന്നവനാണ് ഭഗവാൻ. സർവേശ്വരം, എല്ലാറ്റിനും ഈശ്വരൻ അധീശനായിട്ടിരിക്കുന്നു. സർവസാക്ഷിണം, എല്ലാറ്റിനെയും സാക്ഷി രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നിത്യം, എന്നുമുള്ളതാണ് ഭഗവാൻ. സർവദാ, എല്ലായ്പ്പോഴും എല്ലായിടത്തുമുള്ള സർവ ആധാരം, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ആ ഭഗവാനാണ്. സർവദേവതാമയം, ഇവിടെ പരബ്രഹ്മം എന്ന ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ. പക്ഷേ അതേ ചൈതന്യം തന്നെ പല രൂപത്തിൽ, പല ഭാവത്തിൽ നമുക്ക് പ്രത്യക്ഷമായിട്ടുണ്ട്. അതാണ് 33 ദേവതകൾ എന്ന് നമ്മൾ പറയും. ദേവീദേവന്മാരുള്ള ഒരു സങ്കല്പമാണ് ആർഷഭാരത സംസ്കാരം അഥവാ ഹിന്ദുമത സംസ്കാരം. പക്ഷേ ഈ ദേവതകളൊക്കെ തന്നെ ഒരേ ഒരു ചൈതന്യത്തിന്റെ പല ഭാവങ്ങളാണ്. അതാണ് സർവദേവതാമയം. നിർവികാരാത്മാ, നേരത്തെ പറഞ്ഞത് വികാരമില്ലാത്തത്. അപ്പൊ ഈ വാക്കുകളൊക്കെ തന്നെ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു തവണ ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിൽ അത് ഉറപ്പിച്ച് വെക്കണം. പിന്നീട് ഇനി അതങ്ങനെ പറഞ്ഞു പോവുകയേ ഉള്ളൂ. അപ്പൊ നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും, ഇത്രയും ആ പരമാത്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തത്വം, എന്നെയും നിന്നെയും കുറിച്ചുള്ള തത്വം പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നു. ഇനി ഇവിടെ സീതാദേവിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാം ഉള്ളവണ്ണം, സീതാദേവി ആയിരിക്കുന്ന എൻ്റെ തത്വം ഇനി ഞാൻ ചൊല്ലാം. നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ, ഞാൻ നിന്നോട് പറയുകയാണ്, ഞാനാണ് ഈ കാണുന്ന പ്രപഞ്ചമായിട്ട്, ഈ പ്രകൃതിയുടെ മൂലകാരണം തന്നെ ഈ ഞാനാണ്. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. ഇവിടെ ആ പ്രകൃതിയുടെ പതി, ആ പ്രകൃതിയുടെയും നാഥനാണ് പരമാത്മാവ്. എൻ്റെ പതിയായിട്ടുള്ള ആ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത് ഈ പ്രകൃതിയായ ഞാനാണ്. നമുക്കൊരു കമ്പനി, ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ആ കമ്പനിയുടെ ഉടമ, ആ ആളിൻ്റെ ആശയമാണ് അവിടെ ആ കമ്പനിയിൽ മുഴുവൻ ആളുകളും പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ ആ ഉടമസ്ഥൻ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണോ ചെയ്യേണ്ടത് എന്നത് തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. എന്നാൽ എല്ലാവരും ജോലി ചെയ്യുന്നത് ഈ ഒരു
ഈ ഉടമയെ തൃപ്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പം സാധ്യമാക്കുകയാണ് ആ സ്ഥാപനത്തിലുള്ള മറ്റെല്ലാവരും. അപ്പൊ ആ ഉടമയ്ക്ക് അവിടെ ഒരു സാന്നിധ്യം, സങ്കല്പം മാത്രമേ വേണ്ടൂ, ബാക്കി ചെയ്യുന്നത് മുഴുവൻ കീഴുദ്യോഗസ്ഥരാണ്. ഇതേപോലെ ആ പരമാത്മാവിൻ്റെ സങ്കല്പം, സാന്നിധ്യം, അതുമാത്രം മതി. ആ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് ഈ മായാദേവിയായിരിക്കുന്ന സീതാദേവി, അല്ലെങ്കിൽ മായാ പ്രകൃതിയാണ് ഇതൊക്കെ തന്നെ സൃഷ്ടിക്കുന്നത്. തത് സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം. ഇവിടെ എന്നാൽ എന്ന് വായിക്കണം, എന്നാൽ എന്ന് വായിച്ചാൽ അത് തെറ്റായി പോകും. അപ്പൊ തത് സാന്നിധ്യം, ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നാൽ, ഞാനാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്, അവയെല്ലാം. എന്നാൽ ഇതൊക്കെ ഞാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ പോലും തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. എന്നാൽ ആ ഒരു തത്വത്തെ, ഈ പ്രകൃതി പരമാത്മാവിൻ്റെ ആ ഒരു ബന്ധത്തെ അറിയാത്ത മൂഢന്മാർ, അജ്ഞാനികളായിട്ടുള്ളവർ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം ഇതൊക്കെ തന്നെ ആ പരമാത്മാവിന് അതിൻ്റെ കർത്തൃത്വം കൊടുക്കുന്നു. അതാണ് തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തത് സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. എന്നാൽ യഥാർത്ഥത്തിൽ ആ ചൈതന്യത്തിന് യാതൊരു വികാരവുമില്ല എന്ന് പറഞ്ഞു. ജനനമില്ല, നാശമില്ല, ത്രിഗുണാതീതനാണ്. ഇങ്ങനെയുള്ള ആ സ്വരൂപത്തിനുണ്ടോ ജനനാദികൾ? ആ സ്വരൂപത്തിന് ഒന്നിൻ്റെയും കർത്തൃത്വബോധമില്ല എന്ന് തത് സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ആ പരമാത്മാവിനെ അറിയുന്നവന് മാത്രമേ ഇതൊന്നും, ആ പരമാത്മാവിൻ്റെ സൃഷ്ടി, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സൃഷ്ടിയേ നടക്കുന്നില്ല എന്ന് ആ സ്വരൂപത്തെ അറിഞ്ഞവന് മനസ്സിലാകും. എന്നാൽ ഈ മായയിലിരിക്കുന്നവന് ഒരു സ്വപ്നതുല്യം പോലെ ഈ പ്രകൃതിയിൽ സൃഷ്ടി നടക്കുന്നു, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്, ഇതൊക്കെ ആ ഈശ്വരൻ ചെയ്യുന്നു എന്ന് നമ്മൾ ആരോപിക്കുന്നു. അപ്പം അതാണ് ദേവി പറഞ്ഞത്, ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ അജ്ഞാനികൾ ഇതിൻ്റെയൊക്കെ കർത്തൃത്വം ആ പരമാത്മാവിന് കൊടുക്കുന്നു. അത് ആ പരമാത്മാവിനെ ശരിയായ രീതിയിൽ അറിയാത്തതുകൊണ്ടാണ് എന്ന് ദേവി പറയുന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.